നമസ്കാരം. ബാലയാണ്. നിയമപ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആസ് പെർ ദ ലോ എല്ലാം പോകുന്നുണ്ട്. ഒറ്റ ഒരു കാര്യം ഞാൻ പറയാണ്. എൻ്റെ ജീവിതത്തിൽ എലിസബത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നു. കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഞങ്ങൾ തമ്മിൽ എടുക്കുന്ന കാര്യങ്ങൾ പുറത്ത് ഒരാൾക്കും മനസ്സിലാവില്ല. എലിസബത്ത് ഒരു ഡോക്ടർ എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ 2 ചേട്ടന്മാരും ഡോക്ടേഴ്സാണ്. ഡാനി, ക്രിസ്റ്റഫർ. പിന്നെ അവരുടെ അച്ഛനമ്മ പഠിച്ചവരാണ്, പ്രൊഫസേഴ്സാണ്. ഉദയൻ സാർ. ഉദയൻ അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. എലിസബത്തിൻ്റെ അച്ഛൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരോട് യാരോടും എനിക്ക് തർക്കമില്ല. ഞാനിത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എലിസബത്തിക്ക് എന്താ വേണ്ടത്? മെഡിക്കൽ അറ്റൻഷൻ, നോട്ട് മീഡിയ അറ്റൻഷൻ. ഞാൻ ജീവിച്ച ഒരു മനുഷ്യനാണ്. എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയുള്ളൂ. ഇപ്പോൾ മീഡിയയിലെ കൊണ്ടുവന്ന് ഒരു ഡിപ്രഷനിലുള്ള ഡോക്ടറായിക്കോട്ടെ, ഓക്കെ, മരുന്ന് കഴിക്കുന്ന ഒരാൾ ഇങ്ങനെ കൊണ്ടുവന്നാൽ ഞാനിതൊന്നും ഒരു എൻ്റെ മനസ്സാക്ഷിക്ക് ഇത് തെറ്റെന്ന് തോന്നുന്നു. ഷീ നീഡ്സ് മെഡിക്കൽ അറ്റൻഷൻ. ഞാൻ ഓരോ വാക്കും സൂക്ഷിച്ചാൽ പറയുന്നത്. ഇത് ഞാൻ സ്നേഹിച്ച പെണ്ണ് എലിസബത്തിക്ക് വേണ്ടി ചിലപ്പോൾ ഒന്ന് വിചാരിക്കുക, എലിസബത്തിൻ്റെ ഫാമിലിയിൽ ഞാനൊരു ഭാഗമായതെങ്കിൽ, ഞാനൊരു ഡോക്ടറായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനത് ചെയ്തിട്ടുണ്ടാവും. എന്തുകൊണ്ട് ക്രിസ്റ്റഫറോ ഡാനിയോ പഠിച്ച 2 അച്ഛനമ്മോ ഇത് ചെയ്യാതെ? എല്ലാവർക്കും അറിയാമല്ലേ ഈ കാര്യം. ഞാൻ പറ്റിക്കാണോ? റിക്വസ്റ്റ് ചെയ്യാണ്. ഞാനും കോക്കിലാവും നന്നായിട്ട് ജീവിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാ കാര്യം അറിയാം. ഇതെൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. എൻ്റെ ലാസ്റ്റ് വീഡിയോ. എലിസബത്തെ കുറിച്ച് എനിക്കിനി സംസാരിക്കാൻ പറ്റില്ല. എനിക്കുള്ള ഒരു കൺസേൺ പോലും നിങ്ങൾക്കില്ലേ? എനിക്കുള്ള കൺസേൺ നിങ്ങൾക്കില്ലേ? ആയിക്കോട്ടെ, ഇത് ഞാൻ കുറ്റപ്പെടുത്തുന്നത് വേണ്ടിയല്ല. മെഡിക്കലി എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും പഠിച്ച ഒരുത്തരാണ്. എല്ലാവരും പഠിച്ചവരാണ്. പിന്നെ യൂട്യൂബേഴ്സ് കുറിച്ച് ഞാൻ പറയുന്നു. കേസ് കുറിച്ച് പറയുന്നു. 100% ഡിഫമേഷൻ വരും. നിയമം എന്താണെന്ന് മുഴുവൻ നിങ്ങൾ പഠിച്ചില്ല. ഞാൻ ഈ 3 ദിവസം ഐ സ്പെൻഡ് മൈ ടൈം, ഐ സ്പെൻഡ് മൈ ഹെൽത്ത്, എന്നോട് സ്ട്രെസ് എല്ലാ കാര്യം ഞാനും എൻ്റെ വൈഫും. എത്ര നിയമങ്ങൾ നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ട് യൂട്യൂബേഴ്സ് എടുത്ത്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. പേരെടുത്ത് പറഞ്ഞാൽ വേണമെങ്കിൽ നോൺ ബെയിലബിൾ കേസ് ആൾറെഡി എന്താ പറയുക, പേര് പറയണ്ടല്ലേ, വേണ്ട. ഡിഫമേഷൻ ഡെഫിനറ്റ്ലി വരും. എന്നെയും എൻ്റെ കുടുംബത്തെയും തെറി വിളിച്ചിട്ട് നിങ്ങൾ കുറേ പൈസ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് 2 ലക്ഷം 3 ലക്ഷം വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡിഫമേഷനിൽ എനിക്ക് തരേണ്ടത് അമൗണ്ട് എന്താണെന്ന് ഒരു നല്ല ലോയർ എടുത്ത് ചോദിക്കുക. നിർത്തുക, ഈ ടോപ്പിക് നിർത്തുക. ഞാനും കോക്കിലാവും ഒരു വഴക്കിലും ഇല്ല. ഞാൻ റേപ്പ് ചെയ്തിട്ടില്ല. ഞാൻ ഒരു ലിവർ പേഷ്യൻ്റ് ആയിരുന്നു. ലിവർ സിറോസിസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓപ്പറേഷൻ നടന്നത്. എനിക്ക് ആരും ലിവർ ഇതൊക്കെ പറഞ്ഞാൽ കുറ്റപ്പെടുത്തുന്നത് പോലെ ഉണ്ടാവും. ഇന്ന് തൊട്ട് എലിസബത്തെ കുറിച്ച് ഒരു വീഡിയോ ഞാനോ കോക്കിലാവോ ഇടില്ല. കാരണം അവളോട് ഒരു സമയത്ത് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇല്ലെന്നും പറയില്ല. ഷീ ട്രീറ്റഡ് മീ വെൻ ഐ വാസ് എ പേഷ്യൻറ്റ്. ഒരു പേഷ്യൻ്റായിട്ട് ഒരു ഡോക്ടർ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്.
ബാക്കിയുള്ളവരെല്ലാവരും മുതലെടുക്കുക. ഈ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് എല്ലാവരും കാശും ഉണ്ടാക്കാൻ നോക്കുക. പിന്നെ സെറ്റിൽമെൻറ്റ് പറയുന്നു, വേണ്ട, ഞാനും എൻ്റെ കുടുംബവും മനസ്സമാധാനമായിട്ട് ജീവിക്കണം. ക്ലിയർ കട്ടായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇപ്പോൾ ഓരോരോ കാര്യങ്ങളും ഇപ്പോൾ എലിസബത്ത് പറയുന്നതോ, ചെകുത്താൻ പറയുന്നതോ, മൂപ്പൻ പറയുന്നതോ, പിന്നെ ലൈഫ് ഓഫ് അനന്ത് പറയുന്നതോ, വിവി പറയുന്നതോ, സാത്താൻ പറയുന്നതോ, ഷബീന ബീവി പറയുന്നതോ, ഇതെല്ലാം എടുത്തെടുത്ത് ആർഗ്യൂ ചെയ്താൽ, ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 5 മാസമേ ആയിട്ടുള്ളൂ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ജീവിക്കാൻ പറ്റുമോ? ഞങ്ങൾ ഹാപ്പി ആയിട്ടുണ്ട്, നിങ്ങൾ ഹാപ്പിയായിട്ട് ജീവിച്ചോട്ടെ. അതാണ് നിങ്ങൾ ഹാപ്പിയായിട്ട് ജീവിക്കുന്നു. കാരണം ഒരു കുടുംബത്തെ നശിപ്പിച്ചിട്ട് റോങ് മെസ്സേജൊക്കെ ഇട്ടിട്ട് ഇല്ലപ്പാ, അത് തിരിച്ച് കർമ്മ അടിക്കും. ഇപ്പോൾ തന്നെ നോക്ക്, ഡെഫിനറ്റ്ലി എല്ലാ യൂട്യൂബേഴ്സും നിയമം മാറിപ്പോയി, നിങ്ങൾക്കത് അറിയില്ല. ഇപ്പോഴും നല്ല മനസ്സുകൊണ്ട് പറയാണ്, ഞങ്ങളെ വിട്ടേക്ക്, ഞങ്ങളുടെ കുടുംബത്തെ വിട്ടേക്ക്, ഞാനും കോക്കിലാവും എനിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയും ഞങ്ങളെ വിട്ടേക്ക്. അത് ആരായാലും ശരി, എലിസബത്ത് ആയാലും ശരി, ആരായാലും ശരി, ചെകുത്താനായാലും ശരി, യൂട്യൂബേഴ്സ് എല്ലാവരും ചേർന്ന് ചെയ്യുകയാണെങ്കിലും ശരി, ഇത്രയും പേര് ഞാൻ പറഞ്ഞു, ഞങ്ങളെ വിട്ടിട്ട് നിങ്ങളെ കുടുംബം നോക്കി നിങ്ങൾ അന്തസ്സായിട്ട് പൈസ ഉണ്ടാക്കി നോക്ക് കേട്ടോ. റേപ്പെന്ന് പറയരുത്, ரொம்ப തപ്പ്, മനസ്സ് ഭയങ്കര സങ്കടമായിട്ട് ഇതോടെ നിർത്തിക്കൊള്ളണം. അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കി നോക്ക് കേട്ടോ. റേപ്പെന്ന് പറയരുത്, ரொம்ப തപ്പ്, മനസ്സ് ഭയങ്കര സങ്കടമായിട്ട് ഇതോടെ നിർത്തിക്കൊള്ളണം. അല്ലെങ്കിൽ നോക്കാം. ഇപ്പം നിങ്ങൾ കണ്ട വീഡിയോ എന്ന് പറയുന്നത് ബാല കഴിഞ്ഞ ദിവസം എടുത്തിട്ട ഒരു വീഡിയോ ആണ്. അതിനകത്ത് കാര്യങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ എലിസബത്തിനെ കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന് നിങ്ങളിപ്പോൾ ആ ഒരു വീഡിയോയിൽ ഫുള്ള് കണ്ടു കഴിഞ്ഞും. മരുന്നൊക്കെ കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം വേണ്ടതെന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് അല്ലെങ്കിൽ ഡോക്ടേഴ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ ഇങ്ങനത്തെ മീഡിയ അറ്റൻഷനോ കാര്യങ്ങളൊന്നും അല്ല. ഇതുകൊണ്ട് തന്നെ കുറേയധികം യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ എലിസബത്തിന് മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എലിസബത്തിന് അത് മനസ്സിലാവുന്നില്ല. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് എലിസബത്തിൻ്റെ അടുത്ത് കെയറുണ്ട്, അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ഇങ്ങനത്തുള്ള ആൾക്കാർ ഫുള്ള് എലിസബത്തിനെ യൂസ് ചെയ്ത് പൈസ ഉണ്ടാക്കുകയാണ്. അല്ലാതെ എലിസബത്തിന് നന്മ വരണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞാനുണ്ടെങ്കിൽ എലിസബത്തിന് നല്ലതേ വരാവൂ എന്നുള്ളത് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ എലിസബത്തിൻ്റെ അച്ഛനൊക്കെ ഒരു പ്രൊഫസറും കാര്യങ്ങളുമാണ്. അതുപോലെ തന്നെ ചേട്ടന്മാരൊക്കെ ഡോക്ടറാണ്. എന്നിട്ട് പോലും എന്തുകൊണ്ട് എലിസബത്തിൻ്റെ മാനസികാവസ്ഥയെ പറ്റി അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ചെക്കപ്പോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്താ പറയുക ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നോക്കാത്തതെന്ന് ആണ് ബാല ചോദിക്കുന്നത്. ഇതിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് കെയർ ഉണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നു. ഇതുപോലെ പറയാൻ വേറൊരു കാര്യം, എന്നെയും കോകിലെയും വെറുതെ വിടും, ഞങ്ങൾക്ക് കുട്ടിയൊക്കെ ജനിക്കാൻ പോകണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നോക്കി സമയം കളയാനില്ല എന്നൊക്കെ പറയുന്നു. ഈ എല്ലാ സിറ്റുവേഷനിലും പറയുന്നത് എലിസബത്തിന് മാനസികമായിട്ടൊക്കെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, ഗുളിക കഴിക്കുന്നുണ്ട്, അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നതാണ്. ബട്ട് എന്നിരുന്നിട്ട് ഇത്രയും വർഷമായിട്ട് ആ ഒരു എന്താ പറയുക 1 വർഷത്തോളമായി അവർ പിരിഞ്ഞിട്ടെന്നാണ് പറയുന്നത്. അപ്പോഴത്തേന് അതിനുശേഷം ഇത്ര നേരം മിണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിസബത്ത് തന്നെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭയങ്കര എന്താ പറയുക ടെൻഷനും കാര്യങ്ങളും ഡിപ്രഷനിലൊക്കെ കടന്നുപോയി, അതുപോലെ തന്നെ ഇതൊക്കെ പറയാൻ കുറച്ച് പേടിയായിരുന്നു. പക്ഷേ ഇപ്പം ഇതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നി, അതാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ടാണ് വീഡിയോസ് ഇടുന്നത്. എനിക്ക് തോന്നിയത് അത് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ബാലയെക്കുറിച്ച് ഓരോ ദിവസം അറിയുമ്പോഴത്തേനും ഓരോരോ കാര്യങ്ങളാണ് അറിയുന്നത്. എന്നിട്ട് പോലും ഇവിടുത്തെ ഉള്ള സിസ്റ്റത്തിലുള്ള പോലീസോ ആരും തന്നെ കേസ് എടുക്കുന്നില്ല. എന്തുകൊണ്ട് എന്നുള്ളൊരു ഡൗട്ട്. ഇനി പുള്ളിക്കാരൻ വലിയ എന്താ പറയുക ഇത്തിരി ക്യാഷുള്ള നല്ല സ്വാധീനമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണോ എന്നുള്ളതൊക്കെ ഡൗട്ടുണ്ട്. ബട്ട് എന്നിരുന്നാൽ പോലും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള വലിയൊരു കാരണം എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർ ചെയ്താൽ മാത്രമേ ഓക്കെ നമുക്കിവിടെ എല്ലാം പൈസയൊക്കെ ഉണ്ടാക്കി എല്ലാം ചെയ്യാമെന്നുള്ള ചിലവരുടെ അഹങ്കാരവും മാറത്തുള്ളൂ. പ്രത്യേകിച്ച് ബാലയപ്പോൾ ഉള്ളവരുടെ അവർക്ക് എന്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. സോ അത് മാറിക്കിട്ടണമെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം അതിന് കറക്റ്റായിട്ട് ആക്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. സോ ഈ വീഡിയോ കാണുന്നവരെന്താണ് ഈ ഒരു കാര്യത്തിൽ ചിന്തിക്കുന്നുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.